നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമ്മുടെ സിദ്ധുവിന്റെ ജാതകമായിട്ട് പ്രശ്നമില്ലെങ്കിൽ ആ കാര്യത്തിൽ നമുക്ക് സമാധാനമായില്ലേ? അതിപ്പോ കൂടുതലൊന്നും അച്ഛൻ ചിന്തിക്കണ്ട. ജാതകത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല പൊരുത്തമുണ്ടെന്ന് വന്ന പിന്നെ ഈ പ്രേമ ഒന്നിനും ഒരു തടസ്സമാവില്ല. അച്ഛൻ ആലോചിക്കും. ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്നാലും കൈവിട്ട കളിയല്ലേ ഇത്? എന്ത്? അല്ല, ഈ സിദ്ധുവേട്ടന്റെ ജാതകമൊക്കെ വാങ്ങിച്ചിട്ടുള്ള ഇടപാട്, അതാ കൈവിട്ട കളിയെന്ന് ഞാൻ പറഞ്ഞത്. ഇനി 10-ൽ 10 പൊരുത്തം എങ്ങാനും വന്ന അതോടെ തീരുവല്ല, സർവവും സ്വാഹ. അച്ഛന് സിദ്ധുവേട്ടനെ ക്ലീൻ ആയിട്ട് സപ്പോർട്ട് ചെയ്യാൻ ഒരു കാരണമായി. അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല. അതെങ്ങനെ ചേച്ചിക്ക് ഉറപ്പ് പറയാനാവും? കാര്യങ്ങൾ ചെയ്യുന്നത് ഞാനായതുകൊണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ കുട്ടി കൂടുതലൊന്നും മനസ്സിലാക്കണ്ട. ചേച്ചിയമ്മ കാര്യം പറ. എടി, എന്നെ ട്യൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിച്ച ഒരു യൂട്യൂബ് മാഷുണ്ടായിരുന്നു. നമ്മളെങ്ങാനും ക്ലാസ്സിലിരുന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങിയാ മതി, അപ്പ ചോക്കുണ്ടെറിയും. അയ്യോ, എന്നാ മുടിഞ്ഞ ഉന്നോന്നറിയോ? സത്യത്തിൽ മാഷേ ഇന്ത്യൻ ടീമിൽ വരേണ്ടതായിരുന്നു. തലവര മാറിപ്പോയി. യൂട്യൂബ് സാറിനെന്താ ഈ കഥയിൽ കാര്യം? ചേച്ചിയമ്മ അത് പറ. എടി, ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരിക്കുന്ന പിള്ളേരെ കുറിച്ച് പുള്ളിക്കാരൻ പറയുന്ന ഒരു വാചകമുണ്ട്. ലുക്കിംഗ് ടു ടോക്കിയോ, ഗോയിങ് ടു ലണ്ടൻ. എനിക്ക് ആകെ അറിയാവുന്ന ഇംഗ്ലീഷ് വാചകവും അതാ. ഒരിടത്തേക്ക് നോക്കുന്നു, വേറൊരിടത്തേക്ക് പോകുന്നു എന്ന് വെച്ചാൽ നമ്മളൊന്ന് ചെയ്യുന്നുവെന്ന് മറ്റൊരിടത്തേക്ക് പോവുക. ഇട്ടൂപ്പ് സാറിൻ്റെ ഇത് ഞാൻ പഠിച്ച ആ ഒരേ ഒരു കാര്യമാണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. എന്നുവെച്ചാ ഒലക്കേര മൂട് ഓടിയെവിടെ കുറെ പൊത്തകം അങ്ങ് തിന്നാ പോരാ, ബുദ്ധി വേണം. എടി പൊട്ടി. എന്നുവെച്ചാ സിദ്ധുവിന്റെ കല്യാണത്തിന് നമ്മളിവിടെ തിത്തിത്താര പാടി നിൽക്കുവാണെന്ന് അച്ഛന് തോന്നണം. പക്ഷേ ചുണ്ടൻ വെള്ളത്തിന്റെ അമരം കൊത്തിയൊടിച്ച് പ്രേമ വെള്ളത്തിലോട്ട് താക്കും. അതോടെ വള്ളം കളി തീർന്നു. അതിനു മുന്നേ എനിക്കൊരാളെ കാണാനുണ്ട്. പ്രേമേ. ഓ, വന്നു. ഇവിടെ ഒന്നും ആയിട്ടില്ല. അവിയലിന് നുറുക്കി അടുപ്പത്ത് വെച്ചിട്ടേ ഉള്ളൂ. അല്ല, നീ എന്തോ പറയുന്നത് കേട്ടല്ലോ വള്ളംകളിയെ പറ്റി. എവിടെയാ പ്രേമേ വള്ളംകളി? ആറന്മുള സത്രക്കടവില്. എന്താ പോരുന്നോ? അയ്യോ ഇല്ല, നീ ആരെയോ കാണുന്ന കാര്യം പറഞ്ഞല്ലോ, അതാരെയാ? ഓ, അതും കേട്ടോ. അത് ഞാനേ ആ അമേരിക്കൻ പ്രസിഡന്റിനെ കാണാൻ പോവാ, ഡൊണാൾഡ് ഡക്കിനെ. ഓ, ഡൊണാൾഡ് ഡക്ക് അല്ല, ഡൊണാൾഡ് ട്രംപ്. ആ, അത് തന്നെ. വീണ്ടും അങ്ങനെ ജയിച്ചേനെ ഒരു പൂച്ചെണ്ട് കൊടുക്കാൻ. എന്താ, നിങ്ങളും പോരുന്നോ അമേരിക്കയിലേക്ക്? അയ്യോ ഇല്ലേ, ഞാൻ ഇതുവഴി പോയപ്പോ വെറുതെ ഒന്ന് എത്തി നോക്കിയെന്നേ ഉള്ളൂ. എടി, ഇതങ്ങനെ വെറുതെ എത്തി നോക്കാൻ വന്നൊന്നും അല്ലടി സില്ലു. പിന്നെ ജാതകത്തിന്റെ കാര്യം വല്ലതും അച്ഛന്റെ വായിന്ന് അറിയാതെ വല്ലതും വീണ് കാണും. കുഞ്ഞളേന് വേണ്ടി കൃത്യമായ റൂട്ട് പിടിക്കാൻ വന്നത് അയാള്. പിന്നെ പ്രേമ എടുത്ത കളി. ചേച്ചിയമ്മ ബാക്കി പറ. എന്തിന്റെ ബാക്കി? അല്ല, ആരെയോ കാണുന്നു പറഞ്ഞില്ലേ? സത്യം പറഞ്ഞ ഒരാളെ അല്ല, 2 പേര്. ആദ്യം ഒരാളെ, അത് കഴിഞ്ഞ് 2ാമത്തെ ആള്. ആരെയാന്ന് പറയൂ ചേച്ചിയമ്മേ. പറയുന്നില്ല, സമയമാവുമ്പോ എന്റെ മോള് കണ്ടാ മതി.
ഡാഡി, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ. എന്തിനാ ഒരു മുഖവുര? ഇന്നലെ ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു. കാര്യം തീരുമാനിച്ചെന്നോ? എന്ത് കാര്യം? അത് പിന്നെ ഡാഡി, ഞങ്ങൾ ഒന്നുകൂടി കല്യാണം കഴിക്കാൻ. കൊള്ളാം. അതെ, പുതിയ പെണ്ണിനെ ചെക്കനെ കണ്ടുപിടിക്കണ്ടേ? നീ എന്തൊക്കെയാ മോളെ പറയുന്നത്? വെറുതെ കളി പറയേണ്ട കാര്യമാണോ ഇത്? കളിയല്ല ഡാഡി, കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. അക്ഷരയുടെ ഓരോ നിർബന്ധങ്ങളാ സർ. അതെ, എന്റെ നിർബന്ധ. അതിന് ഇദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. ഇതുവരെയുള്ള തെറ്റുകളെല്ലാം എനിക്ക് തിരുത്തണം ഡാഡി. ഒരു പുതിയ ജീവിതം തുടങ്ങുന്ന പോലെയാ എനിക്കിപ്പോ തോന്നുന്നേ. അതിന് ഒരിക്കൽ കൂടി ഇദ്ദേഹം എന്റെ കഴുത്തിൽ താലി കെട്ടണം. പൂർണ്ണ മനസ്സോടെ എനിക്ക് ആ താലിക്കായി തല കുനിച്ചു നിൽക്കണം. നാണോ ഇല്ലേടി നിനക്ക് ഈ മുതുകുത്ത് നടത്താൻ? ആൾക്കാർക്ക് പറഞ്ഞു ചിരിക്കാൻ ഒരു കാരണം കൂടിയായി. ചിരിക്കുന്നവര് ചിരിച്ചോട്ടെ, മറ്റുള്ളവരെ ബോധിപ്പിക്കാനല്ല. എന്റെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയാ ഇനി ഞാൻ ജീവിക്കുന്നത്. നാണം കെട്ട വർഗം. നിനക്കതുകൊണ്ട് സന്തോഷം ഉണ്ടോയെങ്കിൽ, നിരഞ്ജൻ സമ്മതമാണെങ്കിൽ നടക്കട്ടെ. അങ്ങനല്ലേ? അതെ. എന്റെ ഭാഗത്തു നിന്നും എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ഡാഡി വേറൊന്നും ചെയ്യണ്ട. എനിക്കൊരാഗ്രഹം കൂടിയുണ്ട്, അതൊന്ന് സാധിച്ചു തന്നാ മതി. താലി കെട്ടും മുമ്പ് എനിക്ക് ദക്ഷിണ വെച്ച് അനുഗ്രഹം വാങ്ങാൻ എന്റെ അമ്മയുടെ ഒരു ചിത്രം നമ്മുടെ സ്വീകരണ മുറിയിൽ ഉണ്ടാവണം.